നമസ്കാരം, മാസ്റ്റർ എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പീസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതാണ് നമ്മൾ ഇന്നത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ടു ചേഞ്ച് ദി സ്ലൈഡ് പേജ് ഓറിയന്റേഷൻ ഫ്രം ലാൻഡ്സ്കേപ്പ് ടു പോർട്രേറ്റ് ലേഔട്ട് ഇൻ MS പവർ പോയിന്റ് ബട്ട് ദ സ്റ്റെപ്സ് ആർ നോട്ട് ഇൻ പ്രോപ്പർ ഓർഡർ. അതായത് ലാൻഡ്സ്കേപ്പിൽ നിന്നും പോർട്രേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. അത് കറക്റ്റ് ഓർഡറിലല്ല, കറക്റ്റ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ സെലക്ട് ഡിസൈൻ, രണ്ട് സെലക്ട് സ്ലൈഡ് ഓറിയന്റേഷൻ, സെലക്ട് പോർട്രേറ്റ്. ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏതാണ്? എ ആണ്. അതായത് ഡിസൈൻ ആദ്യമേ എടുക്കുക, പിന്നീട് സ്ലൈഡ് ഓറിയന്റേഷൻ കൊടുക്കുക, സെലക്ട് പോർട്രേറ്റ് സെലക്ട് ചെയ്യുക. അപ്പം ഓർഡർ 1, 2, 3 എന്നാണ് കറക്റ്റ് ഓർഡറിലാണ്. എ ഓപ്ഷനാണ് ആൻസർ. അടുത്തത്, വിച്ച് ഫംഗ്ഷൻ വിൽ യു യൂസ് ടു റിട്ടേൺ ദ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റഡ് ആസ് എ ഡേറ്റ് ആൻഡ് ടൈം ഇൻ ദ സെൽ ഇൻ MS എക്സൽ. എക്സലിൽ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നൗ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അടുത്ത, മിൻ ഫംഗ്ഷൻ ഇൻ MS എക്സൽ ഈസ് യൂസ്ഡ് ഫോർ. മിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് വാല്യൂസിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. Conditional formatting command is located in which one of the following group and MS Excel 2007? ഏത് ഗ്രൂപ്പിലാണ്? സ്റ്റൈൽസിലാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് റിലേറ്റഡ് ടു ദ ചാർട്ട് ടൂൾ ഇൻ MS എക്സൽ. എക്സലിലെ ചാർട്ട് ടൂളുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? ഇഫ് യു ഇൻസർട്ട് എ ചാർട്ട് ഇൻ വർക്ക്ഷീറ്റ്, എ സെറ്റ് ഓഫ് ചാർട്ട് ടൂൾ വിൽ അപ്പിയർ എബോവ് ദി റിബൺ. അതെന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ദ ചാർട്ട് ടൂൾ ഡു നോട്ട് കണ്ടെയ്ൻ ഡിസൈൻ, ലേഔട്ട് ആൻഡ് ഫോർമാറ്റ് ടാബ്. അത് കറക്റ്റ് അല്ല. ഡിസൈൻ, ലേഔട്ട് ഒന്നും ഇല്ല. അടുത്ത, ലെജൻഡ് കീ ഇൻ ദ ചാർട്ട് ഐഡന്റിഫൈസ് വാട്ട് ഈച്ച് കളർ ഓൺ ദ ചാർട്ട് റെപ്രസെന്റ്. ലെജൻഡ് കീ എന്ന് പറഞ്ഞാൽ ഓരോ കളറും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. ചാർട്ട് ടൂൾ പ്രൊവൈഡ് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ ഇൻ എ വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് ഡേറ്റയുടെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എ ഓപ്ഷനും സി ഓപ്ഷനും ഡി ഓപ്ഷനും കറക്റ്റ് ആണ്. The function key F5 is used in a PowerPoint presentation is to. അതായത് F5 എന്ന് പറയുന്ന കീ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പവർ പോയിന്റിൽ യൂസ് ചെയ്യുന്നത്? സ്ലൈഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സം വ്യൂ ഓപ്ഷൻസ് ഇൻ പ്രസന്റേഷൻ വ്യൂ സോഫ്റ്റ്വെയർ ആർ ഗിവൺ ബിലോ. നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, നോട്ട്സ് മാസ്റ്റർ വ്യൂ, സ്ലൈഡ് ഓറിയന്റേഷൻ വ്യൂ. വിച്ച് among the വ്യൂ ഓപ്ഷൻ പ്രസന്റേഷൻ ഇൻ MS പവർ പോയിന്റ് സോഫ്റ്റ്വെയർ. അതായത് ഇതിൽ ഏതൊക്കെയാണ് പവർ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള വ്യൂസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോർമൽ വ്യൂ ഉണ്ട്, സ്ലൈഡ് സോർട്ടർ വ്യൂ ഉണ്ട്, നോട്ട്സ് മാസ്റ്റർ വ്യൂ ഉണ്ട്. സ്ലൈഡ് ഓറിയന്റേഷൻ വ്യൂ എന്നൊരു വ്യൂ നമ്മുടെ പവർ പോയിന്റിൽ ഇല്ല. സ്ലൈഡ് ഷോ വ്യൂ ഉണ്ട്. അപ്പം ആൻസർ 1, 2, 3 കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, വൈൽ യു ആർ വർക്കിംഗ് വിത്ത് ദി സ്ലൈഡ്സ് ഇൻ MS പവർ പോയിന്റ്, കൺട്രോൾ M പെർഫോം. കൺട്രോൾ M എന്ന് പറയുന്ന കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിലീറ്റിംഗ് ദ കറണ്ട് സ്ലൈഡ്, മെർജിംഗ് ദ 2 സ്ലൈഡ്സ് ടുഗദർ, റിമൂവ് ദി എൻറ്റയർ സ്ലൈഡ്സ് ഇൻ ദ പ്രസന്റേഷൻ, ആഡിങ് എ ന്യൂ സ്ലൈഡ് ഇൻ എ പ്രസന്റേഷൻ. കൺട്രോൾ M എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ആഡിങ് എ ന്യൂ സ്ലൈഡ്, പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ M എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. അടുത്തത്, ദ മാൻ ഹൂ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൻവെൻഷൻ ഓഫ് ഫസ്റ്റ് പ്രാക്ടിക്കൽ ടൈപ്പ് റൈറ്റർ. ആരാണ്? ക്രിസ്റ്റഫർ ഷോൾസ് ആണ് ആദ്യത്തെ പ്രാക്ടിക്കൽ ടൈപ്പ് റൈറ്റർ ഇൻവെന്റ് ചെയ്യാൻ കാരണമായത്. If you want to create a new PowerPoint presentation, which of the following option you choose? പുതിയ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? പ്രസ്സിംഗ് കൺട്രോൾ N, പ്രസ്സിംഗ് കൺട്രോൾ M, ക്ലിക്ക് ഓഫീസ് ബട്ടൺ ആൻഡ് സെലക്ട് ന്യൂ, ക്ലിക്ക് ഓഫീസ് ബട്ടൺ ആൻഡ് സെലക്ട് പ്രിപ്പയർ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കൺട്രോൾ N പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫീസ് ബട്ടണിൽ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്തത്, ഇൻ MS പവർ പോയിന്റ് 2007 സോഫ്റ്റ്വെയർ മാക്രോ ഈസ് പ്രസന്റ് ഇൻ. മാക്രോസ് എവിടെയാണ് കാണപ്പെടുന്നത്? വ്യൂ ടാബിലാണ് മാക്രോ ഓപ്ഷൻസ് കാണപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 statements are given below. ഒന്നാമത്തത്, ഇൻസർട്ടിങ് എ ചാർട്ട് ഇൻ എ പ്രസന്റേഷൻ ഈസ് ടു ഇല്ലുസ്ട്രേറ്റ് ആൻഡ് കമ്പയർ ഡേറ്റ. ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് ഡേറ്റാസ് കമ്പയർ ചെയ്യാനും ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനുമാണ്. രണ്ടാമത്തത്, ബാർ ചാർട്ട്, കോളം ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ചാർട്ട്, ഏരിയ ചാർട്ട്, സർഫസ് ചാർട്ട് എക്സെട്ര ആർ സം അവൈലബിൾ ചാർട്ട് ഇൻ MS പവർ പോയിന്റ്. ഇതൊക്കെയാണ് MS പവർ പോയിന്റിലുള്ള ചാർട്ട്. ഇതിൽ ഏതാണ് ട്രൂ ഓർ ഫാൾസ്? ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്.
Some file formats are given below. Which one of the following is the default file extension format in MS PowerPoint 2007? PowerPointൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .pptx ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ കീ വിച്ച് ക്യാൻ ടൈപ്പ് ഓൾ ദ ലെറ്റേഴ്സ് ഇൻ ക്യാപിറ്റൽ അറ്റ് ദി സ്ട്രെച്ച് വിത്തൗട്ട് പ്രസ്സിംഗ് ഷിഫ്റ്റ് കീ. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാതെ ക്യാപിറ്റൽ ലെറ്റർ നമുക്ക് കണ്ടിന്യൂസ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ലോക്ക് കീ ആണ് യൂസ് ചെയ്യുന്നത്. ദ ബെൽ റിംഗിങ് സൈൻ given by the typewriter is to inform you that, അതായത് ബെൽ സൈൻ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ബെൽ സൈൻ കേൾക്കുന്നത് എന്താണ് നമ്മളെ ഇൻഫോം ചെയ്യുന്നത്. ദ ലൈൻ യു ആർ ടൈപ്പിംഗ് ഈസ് അപ്രോച്ച് ടു ബി ഫിനിഷിംഗ് പോയിന്റ്, അതായത് നമ്മുടെ റൈറ്റ് മാർജിൻ എത്താറായി എന്ന ഒരു വാണിംഗ് ആണ് നമുക്ക് ഈ ബെല്ല് തരുന്നത്. ദ പർപ്പസ് ഓഫ് മെയിൻ സ്പ്രിംഗ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ. മെയിൻ സ്പ്രിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? ഫോർ പുള്ളിങ് ദ ക്യാരേജ് ടു ലെഫ്റ്റ്. ക്യാരേജിനെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പുള്ള് ചെയ്യുന്നത് ആരാണ്? മെയിൻ സ്പ്രിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഫോർ പുള്ളിങ് ദ ക്യാരേജ് റൈറ്റ് ടു ലെഫ്റ്റ്. അടുത്ത, ഗൈഡ് കീസ് ഇൻ ദ ടൈപ്പ് റൈറ്റർ ആർ ഓപ്പറേറ്റഡ് ബൈ. ഗൈഡ് കീസിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലിറ്റിൽ ഫിംഗർ വെച്ചിട്ടാണ്. എയും സെമിക്കോളനുമാണ് ഗൈഡ് കീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ലിറ്റിൽ ഫിംഗർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ട് സിമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സിമ്പിൾസ് ഇതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേതൊക്കെയാണ്? ഹാഷും ആസ്ട്രിക് സിമ്പലുമാണ് തന്നിട്ടുള്ളത്. ദ ക്ലീനിങ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ആർ. നമ്മുടെ ടൈപ്പ് റൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ വാം വാട്ടർ, ലിക്വിഡ് സോപ്പ് ഡിറ്റർജൻറ്റ്, പെയിൻറ്റ് ബ്രഷ്, വാക്വം ക്ലീനർ, ടൂത്ത് ബ്രഷ്. രണ്ടാമത്തെ ടൂത്ത് പേസ്റ്റ്, ക്രൂഡ് ഓയിൽ. മൂന്നാമത്തെ ബാത്ത് സോപ്പ്, സൺഫ്ലവർ ഓയിൽ, ക്രൂഡ് ഓയിൽ. 4 വാഷിംഗ് സോപ്പ്, ഗ്രീസ്, സ്പിരിറ്റ്. ഇതിൽ എ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. വാം വാട്ടർ, ലിക്വിഡ് സോപ്പ് ഡിറ്റർജൻറ്റ്, പെയിൻറ്റ് ബ്രഷ്, വാക്വം ക്ലീനർ, ടൂത്ത് ബ്രഷ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്പ് റൈറ്റർ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷൻ ആണ്. ദ സിലിണ്ടർ ഓർ പ്ലാറ്റൺ ഓഫ് എ ടൈപ്പ് റൈറ്റർ ഈസ് മെയ്ഡ് ബൈ. സിലിണ്ടർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? എ വുഡൻ റോളർ കവേർഡ് വിത്ത് സ്റ്റിഫ് കംപ്രസ്ഡ് റബ്ബർ, വുഡൻ റോളർ കവേർഡ് വിത്ത് സ്റ്റിഫ് plastic coating, a fiber roller covered with stiff compressed rubber, fiber roller covered with stiff plastic coating. ഏതാണ്? വുഡൻ റോളർ കവേർഡ് വിത്ത് സ്റ്റിഫ് കംപ്രസ്ഡ് റബ്ബർ ആണ്. നമുക്കറിയാം നമ്മൾ സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നത് റബ്ബർ കൊണ്ടാണെന്നുള്ളത്. ഫോർ ടൈപ്പിംഗ് ദ അപ്പർ കേസ് ക്യാരക്ടർ വി യൂസ്, അതായത് അപ്പർ കേസ് ക്യാരക്ടർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഷിഫ്റ്റ് കീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പറയാനുള്ളത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്